നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയായതിനൊപ്പം പോരാട്ടം വ്യക്തി കേന്ദ്രീകൃതമായി. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും മറുഭാഗത്ത് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി കൂട്ടുകെട്ടിലേക്കും പോരാട്ടം ചുരുങ്ങി. മായാവതിയുടെ സാന്നിധ്യം പലപ്പോഴും നാമമാത്രമായി. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മുലായം സിംഗ് യാദവ് തുടങ്ങിയവരുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി അളക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 16 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിക്കയിടത്തും മോദിയുടെ കരുത്തിലായിരുന്നു BJP വിജയം. ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, അസം, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ അധികാരത്തിലെത്തി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ബീഹാറിലും ഡൽഹിയിലും കനത്ത തിരിച്ചടിയുണ്ടായി. നോട്ട് നിരോധനത്തിന് ശേഷം മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ വിജയം BJPക്ക് വൻ ആത്മവിശ്വാസം നൽകുന്നു. 300 से अधिक सीटें जीतेंगे और एक ऐसी सरकार बनाएंगे जो गुंडागर्दी का अंत और विकास की शुरुआत करेगी. उत्तर प्रदेश विकास में पीछे है और विकास का काम भाजपा करती है और इसलिए भाजपा को लोग अवसर दे रहे हैं. सपा बसपा से उत्तर प्रदेश को मुक्त कर रहे हैं. ശിവപാൽ യാദവിന് വേണ്ടി മുലായം സിംഗ് യാദവ് ഉണ്ടാക്കിയ രാഷ്ട്രീയ നാടകം ഗുണം ചെയ്തത് അഖിലേഷ് യാദവിനായിരുന്നു. പാർട്ടിയെ കുടുംബാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കുടുംബകലഹത്തിലൂടെ അഖിലേഷിന് കഴിഞ്ഞു. 1 മാസത്തോളം നീണ്ട കുടുംബകലഹം അവസാനിച്ചപ്പോൾ മകൻ ശക്തനും അച്ഛനും ഇളയച്ഛനും അശക്തരുമായി. പതിയെ വികസന നായകന്റെ കുപ്പായമിട്ട അഖിലേഷ് പാർട്ടിയിൽ പിടിമുറുക്കി. മുലായം സിംഗ് യാദവ് വഴിമാറിയതോടെ പിളർപ്പൊഴിവായ പാർട്ടിയിൽ അഖിലേഷ് യുഗത്തിന് തുടക്കമായി. എന്നാൽ കോൺഗ്രസ് സഖ്യം അഖിലേഷിന്റെ മാത്രം തീരുമാനമായിരുന്നു. ഇക്കാര്യത്തിൽ മുലായത്തിന്റെ എതിർപ്പ് മറികടന്ന അഖിലേഷിനെതിരെ പാർട്ടിയിൽ എതിർപ്പുണ്ടെന്നത് പരസ്യമായ രഹസ്യം. യാതൊരു തരംഗവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് കുറച്ച് ക്ഷീണമായില്ലേ. അഖിലേഷ് യാദവിനുണ്ടായിരുന്ന ആ ഒരു ഇമേജ്, അതിന് കിട്ടാവുന്ന ഒരു മുൻതൂക്കം പോയില്ലേ എന്നുപോലുമാണ് എൻ്റെ ചർച്ചകളിലും അല്ലെ എൻ്റെ നിരീക്ഷണങ്ങളിലും എനിക്ക് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇത് ജീവൻ മരണ പോരാട്ടം. പാർട്ടിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ ജയം അനിവാര്യം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിൽ പ്രസക്തി ചോദ്യം ചെയ്യപ്പെട്ട കോൺഗ്രസിന് തിരികെ വരാനുള്ള അവസരമാണിത്. നിലവിൽ 28 സീറ്റുള്ള കോൺഗ്രസ് ഇത്തവണ 105 സീറ്റിലാണ് മത്സരിച്ചത്. പ്രചാരണ രംഗത്ത് പലപ്പോഴും നിശബ്ദ സാന്നിധ്യമായ BSP അധ്യക്ഷ മായാവതി ഇത്തവണ 100 മുസ്ലിങ്ങൾക്ക് സീറ്റ് നൽകി. പ്രധാനമന്ത്രി മോഹം മനസ്സിൽ താലോലിക്കുന്ന ബെഹൻജിക്ക് തെരഞ്ഞെടുപ്പ് നിർണായകം. BJPയെ പ്രതിരോധിക്കാൻ സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധത BSPയും SP കോൺഗ്രസ് സഖ്യവും ആയുധമാക്കി. ഇതാകട്ടെ 6ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഹിന്ദു വോട്ടുകൾ BJPയുടെ പെട്ടിയിലേക്ക് വീഴാൻ ഇടയാക്കിയെന്നാണ് വിലയിരുത്തലുകൾ. മാതൃഭൂമി ദിനപത്രത്തിന്റെ ഉത്തർപ്രദേശിലെ ലേഖകൻ VS സനോജ് ഈ പരിപാടിയിൽ ചേരുകയാണ്. സനോജ് UP ആകെ സഞ്ചരിച്ച് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സാധ്യത എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനെ അപേക്ഷിച്ച് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി ദേശീയ തലത്തിൽ തന്നെ നിർണായകമാണ്. അതേസമയം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരു അപ്രവചനീയത ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടുമുണ്ട്. മോദിയെ മുൻനിർത്തിയുള്ള ഈ പോരാട്ടം BJPക്ക് എത്രമാത്രം നിർണായകമാണ്? BJPയെ സംബന്ധിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കേന്ദ്രീകരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡി തരംഗം ഏറ്റവും ശക്തമായ പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡി തരംഗത്തിനൊപ്പം നിന്ന ഒരു സംസ്ഥാനമാണ് UP. വീണ്ടും ഇത്തവണത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിലും BJPയുടെ പ്രധാനപ്പെട്ട മുഖം എന്ന് പറയുന്നത് മോഡിയാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. കാരണം ഒന്ന്, ബീഹാർ ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. മറ്റൊന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുള്ള വോട്ട് ഷെയർ അതിൽ നിന്ന് കുറവ് വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയുന്ന കാര്യമില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോട്ട് അസാധുവാക്കൽ, ജനങ്ങളെ എതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് എതിരായി നിന്നില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം BJPക്കുണ്ട്. ഇത് എല്ലാം കൊണ്ട് തന്നെ ഈ 3 ഘടകങ്ങൾ ഏറ്റവും നിർണായകമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകം. UPയുടെ മനസ്സ് ഇത്തവണ പ്രവചനാതീതം. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് ദേശീയ രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾക്ക് വഴിവെച്ചേക്കും. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.